ചിലപ്പോൾ രാഷ്ട്രീയ വൈരം മാത്രമല്ല, കൊന്നു തള്ളുക എന്നത് രാഷ്ട്രീയ പ്രവർത്തനവുമല്ല. കലാലയം കുട്ടികളുടെ ഇടമാണ്. അവിടേക്കൊരു തെമ്മാടിക്കൂട്ടം ആയുധങ്ങളുമായി കടന്നു ചെന്നെങ്കിൽ, കയ്യിൽ കരുതിയ കത്തി അവരുടെ നെഞ്ചിൽ കുത്തിയിറക്കിയെങ്കിൽ, തെളിവുകൾ നശിപ്പിച്ചെങ്കിൽ, രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ, എങ്കിൽ ആ നരാധമന്മാർ എത്തിയത് ആ കലാലയത്തിന്റെ ഉത്സവാന്തരീക്ഷം രക്തം കൊണ്ട് ചുവപ്പിക്കാൻ തന്നെ. കുറെ ഇളം ജീവനുകൾ മനഃപൂർവ്വം കവർന്നെടുക്കാൻ അവർ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ. നിയമത്തെ കയ്യിലെടുക്കാൻ പോകുന്ന രാഷ്ട്രീയ പിൻബലം ആരായിരുന്നു അവർക്ക് ഉറപ്പു നൽകിയത്? ഒരമ്മയുടെ ആർത്തലച്ചുള്ള നിലവിളി കാതുകളിൽ മുഴങ്ങിയത് കേരളം മറക്കും മുമ്പേ, കൊലക്കത്തിയിലെ ചോരമണം മാറും മുമ്പേ, ആ കൊലയാളിക്കൂട്ടത്തിന് പുല്ലുപോലെ ഇറങ്ങി വന്ന് മലയാളികളെ വെല്ലുവിളിക്കാൻ ആരാണ് പ്രചോദനമാകുന്നത്? ധീരജ് രാജേന്ദ്രൻ എന്ന 21 വയസ്സുകാരന്റെ ജീവൻ പിടഞ്ഞവസാനിക്കുന്നതിന് മുൻപും പിൻപുമുള്ള പകയുടെ ആ നാൾവഴികൾ നമുക്ക് വായിക്കാം. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കുട്ടികളൊക്കെ ഒരു ഉത്സവം പോലെ തിരക്കിലായിരുന്നു. ചോരമണക്കുന്ന മണിക്കൂറുകളാണ് വരാൻ പോകുന്നതെന്ന് പക്ഷെ അവർ ഒരിക്കലും അറിഞ്ഞില്ല. ജനുവരി 10, 2022 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. ക്യാമ്പസ് ആകെ കൊടിതോരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ക്യാമ്പസിൽ യൂണിയൻ തെരഞ്ഞെടുപ്പാണ്. SFI, KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ നേർക്കുനേർ മത്സരിക്കുന്നു. ചൂടേറിയ പ്രചരണ ദിവസങ്ങൾ അവസാനിച്ച് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിനുള്ളിൽ SFI, KSU പ്രവർത്തകർ തമ്മിൽ ദിവസങ്ങളായി ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. യൂണിയൻ പിടിക്കണം. ഇരുപക്ഷവും ആ വാശിയിലാണ്. ജനുവരി 10, 2022 സമയം രാവിലെ 9-നും 10:30-ക്കുമിടയിൽ. പ്രാഥമിക തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് ആരംഭിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികളായ SFI, KSU പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ സജീവമാകുന്നു. വോട്ടെടുപ്പ് തുടക്കത്തിൽ സമാധാനപരമായിരുന്നു. വിദ്യാർത്ഥികൾ ആവേശത്തോടെ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. ക്യാമ്പയിനിങ്ങിനെ ചൊല്ലി അല്പം അസ്വസ്ഥതകൾ ആദ്യം മുതൽക്കേ ഉണ്ട്. പക്ഷേ ഇരു വിഭാഗങ്ങളും തമ്മിൽ നേരിയ തോതിൽ വാഗ്വാദങ്ങളും മുദ്രാവാക്യം വിളികളും നടക്കുന്നുണ്ട്. സമയം രാവിലെ 10:30-നും 12-നുമിടയിൽ. ക്യാമ്പസിന് പുറത്ത് കോളേജ് ഗേറ്റിന് സമീപത്തായി ഏതാനും വിദ്യാർത്ഥികൾ ക്യാമ്പയിനിങ് നടത്തുന്നുണ്ടായിരുന്നു. വോട്ട് ചെയ്യാനെത്തുന്നവരെ കവാടത്തിൽ വെച്ച് തന്നെ കാണാനും വോട്ട് ചോദിക്കാനും രണ്ടു പക്ഷത്തെയും പ്രവർത്തകർ അവിടെ അണിനിരന്നു. ഏതാണ്ട് 10:30 മുതൽ പരസ്പരം വാശിയിൽ ആ ക്യാമ്പയിനിങ് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കുറച്ചുപേർ ആ ഭാഗത്തെത്തി നിലയുറപ്പിച്ചത്. അവർ പക്ഷേ ആ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നില്ല. ഉച്ചയ്ക്ക് 12 മണി. പുറത്തുനിന്നെത്തിയവർ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് തയ്യാറായി. അവരിൽ ചിലർ കുട്ടികളോട് വോട്ടഭ്യർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും അവരെ ശ്രദ്ധിച്ചു. വോട്ട് ചോദിക്കുന്നത് KSU സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ്. യൂണിയൻ പിടിക്കാനുള്ള KSUവിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനാണ് തങ്ങൾ വന്നിരിക്കുന്നത്. ചോദിച്ചവരോട് അവരിൽ ചിലർ പറഞ്ഞു. ഇതെല്ലാം നിരീക്ഷിച്ച് കുറച്ചു മാറി മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു. അവർ എന്തോ കരുതിക്കൂട്ടിയാണ് അവിടെ നിൽക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് തോന്നി. പുറത്തുനിന്ന് വന്നവർക്ക് ഇങ്ങനെ വോട്ട് ചോദിക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികളായ ആദിലും അർജുനും അവർക്ക് നേരെ തിരിഞ്ഞ് കാര്യം പറഞ്ഞു. SFI പ്രവർത്തകരാണ്. പക്ഷെ KSU ക്യാമ്പയിൻ ടീം ഇതൊന്നും വകവച്ചില്ല. ഒരു ഉരസൽ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു
പുറത്തുനിന്നെത്തിയവരുടെ ലക്ഷ്യമെന്ന് ഊഹിക്കാൻ പോലും ആ കുട്ടികൾക്കായില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ആവശ്യമുയർത്തി. ഔട്ട്സൈഡേഴ്സിന് ഇവിടെ എന്താ കാര്യം? മറുപടി പറയാനെത്തിയത് മറ്റു ചിലരായിരുന്നു. അത്രയും നേരം മാറി നിന്ന 3 പേർ അവർ ആ കുട്ടികൾക്കടുത്തേക്ക് നടന്നെടുത്തു. സമയം ഉച്ചയ്ക്ക് 12:30-നും 1-നുമിടയിൽ. ഉച്ചയ്ക്ക് പോളിംഗ് മിക്കവാറും പൂർത്തിയായി. കുട്ടികൾ ഉച്ചഭക്ഷണത്തിനായി പിരിയാൻ തുടങ്ങി. കോളേജിനുള്ളിലുണ്ടായിരുന്ന SFI പ്രവർത്തകർക്ക് ആ വിവരം കിട്ടിയത് അപ്പോഴാണ്. ഗേറ്റിനടുത്തുള്ള പ്രവർത്തകരെ പുറത്തുനിന്നുള്ളവർ ആക്രമിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെയുണ്ട്. KSUക്കാർ തങ്ങളെ തല്ലാൻ ഗുണ്ടകളെ ഇറക്കിയിരിക്കുന്നു. ധീരജ് രാജേന്ദ്രൻ, അമൽ, അഭിജിത്ത് അവർ 3 പേരും കൂടി ഗേറ്റിലേക്ക് ഓടി. ഗേറ്റിന് മുന്നിൽ അവർ ഒരു പ്രതിരോധമുയർത്തി. പുറത്തുള്ളവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിടുന്ന ലക്ഷണമില്ല. അവർ കുട്ടികൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചു. സമയം ഉച്ചയ്ക്ക് 1:15. ഏതാണ്ട് 15 മിനിറ്റിലധികം നീണ്ടുനിന്ന ഉന്തും തള്ളും തല്ലും. പക്ഷേ വന്നവർക്ക് കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു. അവർ 6 പേരുണ്ടായിരുന്നു. നിഖിൽ പൈലിയായിരുന്നു സംഘത്തിന്റെ തലവൻ. പുറത്തുനിന്നെത്തിയവരെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ വഴി തടഞ്ഞു നിന്നവരെ നിഖിൽ പൈലിയും സംഘവും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ആദ്യം നിലത്തു വീണത് അമലായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംഘത്തിലെ ജെറിൻ ജോജോ നിലത്തു വീണുകിടന്ന അമലിന്റെ വയർ ലക്ഷ്യമാക്കി ആഞ്ഞു ചവിട്ടി. വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും എഴുന്നേറ്റു വന്ന അമലിന്റെ തോളിലും ഇടതു നെഞ്ചിനുമിടയിലായി ഒരിടി വീഴുന്നത് പെട്ടെന്നാണ്. അക്രമി സംഘത്തിലെ നിധിൻ ലൂക്കോസ് ആയിരുന്നു അമലിനെ ഇടിച്ചു ചതച്ചത്. ഇതേ സമയം തന്നെ അക്രമികളിൽ ചിലർ ആദിലിനു നേരെ തിരിഞ്ഞു. ആദിൽ അഹമ്മദ് എന്ന SFI പ്രവർത്തകനായ വിദ്യാർത്ഥിയെ ഉപ്പൻ എന്ന് വിളിപ്പേരുള്ള ജിതിൻ തോമസ് ഉപ്പുമാക്കൽ ആക്രമിക്കാൻ തുടങ്ങി. ആദിലിന്റെ കവിളിൽ ഉപ്പന്റെ ക്രൂരമർദ്ദനം. അധികം സമയമെടുത്തില്ല. ഈ ആക്രമണങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നിമിഷം നേരം കൊണ്ട് നടക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംഘത്തിലെ സോയിമോൻ സണ്ണി ആദിലിന്റെ വയറിൽ കൈവിരലുകൾ ബലിഷ്ഠമാക്കി ആഞ്ഞുകുത്തി. ഉന്തും തല്ലും ചെറിയ മർദ്ദനങ്ങളും അതിന്റെ പരിധി കടന്നു. അവിടെ കൂടിയവർ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാൻ തന്നെയാണ്, ആ ലക്ഷ്യത്തിൽ തന്നെയാണ് നിഖിൽ പൈലിയും ജെറിനും നിധിനും സണ്ണിയുമൊക്കെ അവിടെ എത്തിയതും കൂടി നിന്നതും പ്രകോപനമുണ്ടാക്കിയതും. അർജുൻ എന്ന വിദ്യാർത്ഥി പെട്ടെന്നാണ് അത് കണ്ടത്. അക്രമിക്കൂട്ടത്തിലുള്ള ടോണി തെക്കിലക്കാടനും ജിതിൻ ഉപ്പുമാക്കലും തന്റെ നേരെ പാഞ്ഞു വരുന്നു. അവർ ഓടി വന്നു. അർജുനെ ആഞ്ഞു തള്ളി. തലയിടിച്ചാണ് അർജുൻ പിന്നിലേക്ക് മറിഞ്ഞു വീണത്. തങ്ങളെ ക്യാമ്പസിലേക്ക് കടക്കാതെ തടഞ്ഞ ഏതാണ്ട് എല്ലാവരെയും അവർ തളർത്തി. അവർ കീഴ്പ്പെടുന്നു എന്നറിഞ്ഞ നിമിഷം പെട്ടെന്നാണ് ജെറിനും സോയിമോനും ഉറക്കെ ആക്രോശിച്ചത്. കൊല്ലട അവന്മാരെ! നിഖിൽ പൈലി മുന്നോട്ടാഞ്ഞു. അക്രമി സംഘത്തിന്റെ മർദ്ദനമേൽക്കാതെ ചെറുത്തുനിന്ന അഭിജിത്ത് നിഖിലിന്റെ തൊട്ടുമുന്നിലുണ്ട്. നിഖിൽ പൈലി തന്റെ പാന്റിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഫോൾഡിംഗ് നൈഫ്, ഒരു മടക്കു പിച്ചത്തി കയ്യിലെടുത്തു. അതിവേഗം അത് നിവർത്തി. അഭിജിത്തിന്റെ ഇടത് കഷത്തിന് താഴെ കത്തി ആഴ്ന്നിറങ്ങി. വലിച്ചൂരിയ കത്തി വീണ്ടും കുത്തി. ഇത്തവണ അഭിജിത്തിന്റെ ഇടത് നെഞ്ചിനായിരുന്നു കുത്തേറ്റത്. ഇതേസമയം ടോണി തെക്കിലക്കാടൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന സ്വിച്ച് കീ പുറത്തെടുത്തു. അഗ്രം കൂർത്ത താക്കോൽ. അമലിന്റെ വലതു നെഞ്ചിൽ തുളഞ്ഞിറങ്ങാൻ പാകത്തിനയാൾ ആ താക്കോൽ കൊണ്ട് ശക്തിയോടെ കുത്തി. പെട്ടെന്ന് തന്നെ ഊരിയെടുത്ത കീ അമലിന്റെ തൊണ്ടയ്ക്ക് ലക്ഷ്യമാക്കി കുത്തി. തൊണ്ടയ്ക്ക് ഇടതുഭാഗത്തേക്ക് മാറി കഴുത്തിൽ അതാഞ്ഞുകൊണ്ടു. ഉന്തും തല്ലും തള്ളും പെട്ടെന്നാണ് ചോരക്കളിയായത്.
നട്ടുച്ച സമയം വിദ്യാർത്ഥികൾക്കേറ്റ മുറിവുകളിൽ നിന്ന് രക്തം ചീറ്റിയൊഴുകി. ബഹളം കേട്ട് നാട്ടുകാരും വിദ്യാർത്ഥികളും ആ ഭാഗത്തേക്ക് ഓടിയെടുത്തു. സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം ധീരജ് രാജേന്ദ്രനായിരുന്നു. മുറിവേറ്റ സുഹൃത്തുക്കളുടെ സമീപത്തായിരുന്നു അപ്പോൾ ധീരജ്. നിഖിൽ പൈലിയും കൂട്ടരും അടുത്ത ആക്രമണത്തിന് തയ്യാറെടുത്തു. പക്ഷെ ഓടിക്കൂടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. സംഗതി ഒട്ടും സുരക്ഷിതമല്ല. തൽക്കാലം ഒന്ന് പിൻവാങ്ങുന്നതാണ് നല്ലത്. നേരത്തെ തന്നെ കുറച്ചു മാറ്റി പാർക്ക് ചെയ്തിരുന്ന സ്വന്തം വാഹനങ്ങളുടെ അടുത്തേക്ക് ആ സംഘം നീങ്ങി. വിദ്യാർത്ഥികൾക്ക് കാര്യം മനസ്സിലായി. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവന്മാർ രക്ഷപ്പെടുന്നുണ്ട്. പുരാവസ്തു വകുപ്പ് മ്യൂസിയത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുന്ന ഭാഗത്തായിരുന്നു അത്. മേൽപ്പാലത്തിന് താഴെയുള്ള പാർക്കിംഗ് ഏരിയ. ധീരജ് രാജേന്ദ്രൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവർ പോയ ഭാഗത്തേക്ക് ഓടി. ഏതാണ്ട് 70 മീറ്റർ. ധീരജ് ആ ദൂരം നിമിഷ നേരം കൊണ്ട് ഓടിയെത്തി. കൈയെത്തുമ്പോഴേക്കും അക്രമികളിൽ ഒരാളുടെ ഷർട്ടിൽ ധീരജ് പിടുത്തമിട്ടു. അത് നിഖിൽ പൈലിയായിരുന്നു. തന്റെ കൂട്ടുകാരനെ കുത്തിക്കീറിയിട്ട് രക്ഷപ്പെടാൻ പോകുന്ന നിഖിൽ പൈലിയെ അവൻ മുറുകെ പിടിച്ചു. പെട്ടെന്നാണ് ടോണി തെക്കിലക്കാടൻ അലറിയത്, കൊല്ലടാ അവനെ. നിഖിലിന്റെ കയ്യിലിരുന്ന മടക്കു പിച്ചാത്തിയിൽ നിന്ന് അപ്പോഴും രക്തം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അയാൾ അപ്പോഴും ആ കത്തി തിരികെ പോക്കറ്റിലിട്ടിരുന്നില്ല. ഒരൊറ്റ നിമിഷം നിഖിൽ പൈലി തിരിഞ്ഞു. ധീരജുമായി നേർക്കുനേർ. അയാൾ സർവശക്തിയുമെടുത്ത് ആഞ്ഞുകുത്തി. ധീരജിന്റെ ഇടതു നെഞ്ചായിരുന്നു ലക്ഷ്യം. ആ കുത്ത് ധീരജിന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു. രക്തം ചീറ്റിയൊഴുകി. മുറിവേറ്റ വിദ്യാർത്ഥികളെ നാട്ടുകാരും കൂട്ടുകാരും കൂടി ആശുപത്രിയിൽ എത്തിച്ചു. അഭിജിത്ത്, അമൽ, പിന്നെ ധീരജ്, പിന്നെ മർദ്ദനമേറ്റ നിരവധി പേർ വേറെയുമുണ്ട്. മുറിവേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാകും അന്നവിടെ പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ നടന്നതും വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റതും കുട്ടികൾ അതിവേഗം പോലീസിനെ അറിയിച്ചു. കുത്തേറ്റ് ചോരയൊഴുകിയ അവശതയിലായ ധീരജിനെയും മറ്റു വിദ്യാർത്ഥികളെയും ആശുപത്രിയിലെത്തിക്കാൻ അവർ പോലീസിനോട് സഹായം തേടി. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ജീപ്പ് വിട്ടുതരണമെന്ന് വിദ്യാർത്ഥികൾ പോലീസിനോട് കെഞ്ചി പറഞ്ഞു. പക്ഷെ ജീപ്പിൽ പരിക്കേറ്റവരെ കയറ്റാൻ തയ്യാറല്ല എന്നും ആംബുലൻസ് വിളിക്കാമെന്നുമുള്ള നിലപാടാണ് പോലീസ് കൈക്കൊണ്ടതെന്ന് വിദ്യാർത്ഥികൾ ആരോപണമുന്നയിച്ചു. രക്തം പുരണ്ട പരിക്കേറ്റവരെ കയറ്റാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞുവെന്ന ആരോപണം വലിയ വിവാദമാവുകയും ചെയ്തു. മാധ്യമങ്ങളിൽ വാർത്തയായി. വിദ്യാർത്ഥികളുടെ മൊഴികളിലും ഇക്കാര്യമുണ്ടായിരുന്നു. പക്ഷെ ആരോപണം പോലീസ് ഔദ്യോഗികമായി നിഷേധിച്ചു. അടിയന്തര സാഹചര്യത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ കൂടി സൗകര്യമുള്ള ആംബുലൻസ് എത്തിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നായിരുന്നു അവരുടെ ന്യായീകരണം. ജീപ്പ് വിട്ടു നൽകില്ല എന്ന് പോലീസ് നിലപാടെടുത്തതോടെ വിദ്യാർത്ഥികൾ പ്രകോപിതരായി. അവർ മറ്റു മാർഗങ്ങൾ തേടാൻ നിർബന്ധിതരായി. അവിടെയുണ്ടായിരുന്ന ഒരു സ്വകാര്യ കാർ, അത് സത്യൻ എന്ന വ്യക്തിയുടെ കാറായിരുന്നു. അദ്ദേഹമാണ് തന്റെ കാറിൽ പരിക്കേറ്റവരെ കയറ്റാനും ആശുപത്രിയിൽ എത്തിക്കാനും തയ്യാറായത്. ധീരജിനെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷെ കൂട്ടുകാരുടെ പ്രാർത്ഥനകളും ശ്രമങ്ങളും വിഫലമായി. ധീരജ് മരണത്തിന് കീഴടങ്ങിയിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലിയുടെ കുത്തേറ്റ് ധീരജ് കൊല്ലപ്പെട്ടു. ധീരജ് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു. മരണകാരണം വ്യക്തമാക്കിയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. പരിക്കേറ്റ മറ്റു വിദ്യാർത്ഥികൾ അപകടനില തരണം ചെയ്യുമെന്ന വിശ്വാസമാണ് ഡോക്ടർമാർ അവർക്ക് നൽകിയത്. ഒരൊറ്റ കുത്ത്, ഹൃദയത്തിൽ ആഴത്തിലേറ്റ കുത്ത്. ആ കുത്ത് ധീരജിന്റെ ഹൃദയത്തിന്റെ അറകൾ തകർത്തു.
മൽപ്പിടുത്തത്തിലുണ്ടായ വളരെ നേരിയ പാടുകളല്ലാതെ ആ ശരീരത്തിൽ മറ്റു മുറിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിഖിൽ പൈലിയുടെ ആ കുത്താണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച പോലീസ് രേഖകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം സ്വദേശി രാജേന്ദ്രന്റെയും തളിപ്പറമ്പ് താലൂക്ക് ആയുർവേദ ആശുപത്രി നഴ്സ് കുടിയാൻമല വലിയ അരീക്കമല സ്വദേശി കലയുടെയും മകനാണ് ധീരജ്. LIC ഏജന്റാണ് രാജേന്ദ്രൻ. പേര് ധീരജ് രാജേന്ദ്രൻ. പ്രായം 21 വയസ്സ്. വിദ്യാർത്ഥി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 7ാം സെമസ്റ്റർ. വിലാസം അദ്വൈത്, പാലക്കുളങ്ങര, പട്ടപ്പാറ, തൃച്ചംബരം, തളിപ്പറമ്പ് PO, കണ്ണൂർ ജില്ല, കേരളം. മരണം സംഭവിക്കാൻ കാരണമാകാമായിരുന്ന മാരക മുറിവുകളേറ്റ 2 വിദ്യാർത്ഥികൾ അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടതുകഷത്തിന് താഴെയും ഇടത്തെ നെഞ്ചിലും കുത്തേറ്റ ഒരാൾ. പേര് അഭിജിത്ത് T. സുനിൽ. വയസ്സ് 21. വിലാസം തുളപ്പറമ്പിൽ, മഴുവഞ്ചേരി, തൃശൂർ ജില്ല. പരിക്കേറ്റ മറ്റൊരു വിദ്യാർത്ഥി, അത് പോലീസ് രേഖകളനുസരിച്ച് ടോണി തേക്കിലക്കാടന്റെ കയ്യിലുണ്ടായിരുന്ന അഗ്രം കൂർത്ത താക്കോല് കൊണ്ടുള്ള കുത്തിൽ വലതു നെഞ്ചിലും തൊണ്ടക്കിടതുഭാഗത്തേക്ക് മാറി കഴുത്തിലും ആഴത്തിൽ മുറിവേറ്റ അമലാണ്. പേര് AS അമൽ. വയസ്സ് 23. വിലാസം പുണർദം, SHD നഗർ, മുള്ളുവിള, കൊല്ലം. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ധീരജിന്റെ മൃതദേഹം വിലാപയാത്രയായിട്ടാണ് സ്വദേശത്തേക്ക് കൊണ്ടുപോയത്. എഞ്ചിനീയറിംഗ് കോളേജിലും പാർട്ടി ഓഫീസിലും പൊതുദർശനം. ചൊവ്വാഴ്ച രാവിലെ ഇടുക്കിയിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര കേരളത്തിലെ വിവിധ ജില്ലകൾ കടന്ന് 380 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് കണ്ണൂരിലേക്ക് നീങ്ങിയത്. വിലാപയാത്ര കടന്നുപോയ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ധീരജിന് അവസാനമായി അഭിവാദ്യമർപ്പിക്കാൻ തടിച്ചുകൂടി. അന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അതിലുൾപ്പെട്ടു. കേരളത്തിൽ കോൺഗ്രസ്, CPIM പാർട്ടികൾ നേർക്കുനേർ വന്ന മണിക്കൂറുകൾ. വൈകിട്ട് 6 മണിക്ക് തളിപ്പറമ്പിലെത്തുമെന്ന് കരുതിയ വിലാപയാത്ര ഏതാണ്ട് 9 മണിക്കൂറോളം വൈകിയാണ് കണ്ണൂർ അതിർത്തി കടന്നത്. പുലർച്ചെ 1 മണിയോടെ തൃച്ചംബരം പാലക്കുളങ്ങരയിലെ അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക്, അവർ പുതുതായി പണികഴിപ്പിച്ച വീട്ടിലേക്ക് വിലാപയാത്രയെത്തിയ കാഴ്ച കേരളത്തിന് മറക്കാൻ കഴിയുന്നതല്ല. പ്രതികളിലേക്ക് എത്താൻ പോലീസിന് അധികം മണിക്കൂറുകൾ വേണ്ടി വന്നില്ല. നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത 6 പേർ. അവർ വന്നത് കാറുകളിലും ബൈക്കുകളിലും. ഒരു പൊതു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം? ഏതമതും തോൽക്കുമി തേനിനെ നീ തന്നുപോയി, ഓർമ്മകൾ തൻ പൊയ്കയിൽ മഞ്ഞു തുള്ളിയായി. വോട്ടെടുപ്പ് ദിവസം ഉച്ചയോടെ കോളേജിന് മുന്നിലേക്ക് നിഖിൽ പൈലിയും ടോണി തേക്കിലക്കാടനും എത്തിയത് KL 38 D118 നമ്പറിലുള്ള ഹീറോ ഗ്ലാമർ ബൈക്കിലാണ്. ആ ബൈക്ക് പക്ഷേ ജെറിൻ ജോജോയുടെ വകയാണ്. ജെറിൻ ജോജോയാകട്ടെ എത്തിയത് നിഖിൽ പൈലിയുടെ KL 6 G2295 നമ്പറിലുള്ള ഓൾട്ടോ 800 കാറിലാണ്. നിധിൻ ലൂക്കോസ് വന്നത് KL 38 J8212 എന്ന നമ്പറിലുള്ള സ്വിഫ്റ്റ് കാറിലായിരുന്നു. ഉപ്പനെന്നു വിളിപ്പേരുള്ള ജിതിൻ തോമസ് KL 6 J8422 എന്ന നമ്പറിലുള്ള യമഹ ഫാസിനോ സ്കൂട്ടറിൽ കോളേജിന് മുന്നിലേക്കെത്തി. സോയിമോൻ സണ്ണിയുടേത് KL 28 3596 നമ്പറിലുള്ള
ഹ്യുണ്ടായി i10 കാറായിരുന്നു. പ്രതികളിൽ ആദ്യം പിടിയിലായത് നിഖിൽ പൈലി. കരിമ്പൻ ടൗണിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ നേര്യമംഗലം വഴി എറണാകുളത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. പക്ഷേ സഹയാത്രക്കാർ ഇയാൾ ബസ്സിൽ സഞ്ചരിക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചു. ബസ് കരിമണലിലെത്തുമ്പോഴേക്കും പോലീസ് ബസ് തടഞ്ഞു. വൈകാതെ തന്നെ മറ്റു പ്രതികളും പിടിയിലായി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ആകെ 6 പേർ. എപ്പോഴും നമ്മൾ ക്രിമിനൽ കേസിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ക്രിമിനൽ കേസ്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആയാലും ശരി, ക്രിമിനൽ ട്രയൽ ആയാലും ശരി, ഒരു സത്യാന്വേഷണ പരീക്ഷണമാണ്. കാരണം സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികൾക്ക് ശരിയായ രീതിയിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനും ഈ കേസിലെ ഇരയ്ക്ക് അല്ലെങ്കിൽ മരണപ്പെട്ട ധീരജ് എന്ന് പറയുന്ന 21 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ, കാരണം ആ ചെറുപ്പക്കാരൻ ആ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, പഠിക്കാൻ സമർത്ഥനായിരുന്നു. എഞ്ചിനീയറിംഗിന് എൻട്രൻസിലൂടെ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഈ പറയുന്ന ആളുകൾ വകവരുത്തിയ അതിദാരുണമായ സംഭവം. അപ്പം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനും അവർക്ക് തക്കതായ ശിക്ഷ കൊണ്ടുവരുവാനും വേണ്ടിയുള്ള ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് ഈ കേസിലൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനെ നിയമിക്കുന്നത്. പോലീസിന്റെ പ്രതിപട്ടിക ഇങ്ങനെയാണ്: 1-ാം പ്രതി നിഖിൽ പൈലി, 2-ാം പ്രതി ജെറിൻ ജോജോ, 3-ാം പ്രതി ടോണി എബ്രഹാം, 4-ാം പ്രതി നിധിൻ ലൂക്കോസ്, 5-ാം പ്രതി ഉപ്പൻ എന്ന ജിതിൻ തോമസ്, 6-ാം പ്രതി സോയിമോൻ സണ്ണി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും പ്രതികൾക്ക് ഒത്താശകൾ ചെയ്ത കുറ്റത്തിന് 2 പേർ കൂടി പ്രതിപട്ടികയിലുണ്ട്. 7-ാം പ്രതി ജസ്റ്റിൻ ജോയ്, 8-ാം പ്രതി അലൻ ബേബി എന്ന അലൻ ജോയ്. കേസിലെ 7-ാം പ്രതിയായ ജസ്റ്റിൻ ജോയ് KL 64-0505 ഇന്നോവ കാറിൽ ആ ഭാഗത്ത് കാത്തുനിന്നു. അക്രമി സംഘത്തിലെ നിധിൻ ലൂക്കോസിന്റെ കാറിനൊപ്പം അയാൾ ഇന്നോവയിൽ അനുഗമിച്ചു. തൊടുപുഴയിൽ വച്ച് നിധിൻ ഇയാൾ പണം നൽകി. ഒളിവിൽ പോകാനുള്ള സഹായം ചെയ്തു നൽകി. തീർന്നില്ല. അക്രമം നടക്കുമ്പോൾ 4-ാം പ്രതിയായ നിധിൻ ലൂക്കോസ് ഉപയോഗിച്ച വസ്ത്രങ്ങളും മൊബൈൽ ഫോണും വാങ്ങി അയാൾ ഒളിപ്പിച്ചു. 8-ാം പ്രതിയായ അലൻ ബേബി KL 34D801 നമ്പറിലുള്ള ഇന്നോവ കാറുമായി സംഭവസ്ഥലത്തെത്തി. ഇതേ സമയം കുറ്റകൃത്യത്തിനു ശേഷം സമീപത്തെ ഒരു കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു 3-ാം പ്രതി ടോണി എബ്രഹാം, 5-ാം പ്രതി ഉപ്പൻ എന്ന ജിതിൻ തോമസ് എന്നിവർ. അലൻ ഇരുവരെയും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി. ഇരുവരെയും അലൻ ബേബി എത്തിച്ചത് എറണാകുളത്താണ്. ഒളിക്കാൻ ഒരിടം ഒരുക്കി നൽകി. മാത്രമല്ല ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ വാങ്ങി സ്വന്തം സ്ഥലത്ത് ഒളിപ്പിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ നിഖിൽ പൈലി കുറ്റസമ്മതം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ട്. ആദ്യം കരിമണൽ പോലീസ് സ്റ്റേഷനിൽ, രാത്രിയോടെ ഇടുക്കിയിലേക്ക് കൊണ്ടുപോയി. കോളേജിലെത്തിയ തന്നെ പൈനാവിൽ വെച്ചും കോളേജ് ഗേറ്റിന് സമീപത്ത് വെച്ചും SFIക്കാർ ആക്രമിച്ചു. 2ാമതും അടിക്കാൻ വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം കയ്യിലുണ്ടായിരുന്ന പേനാക്കത്തി ഉപയോഗിച്ച് എതിരാളികളെ കുത്തുകയായിരുന്നു. നിഖിൽ പൈലിയുടെ ഡിഫൻസ് അതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ പോലീസിന് ആ പ്രധാന തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിഖിൽ പൈലിയുടെ പോക്കറ്റിലെ ആ മടക്കുപിച്ചാത്തി, വിദ്യാർത്ഥികളുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ ആയുധം, ധീരജിന്റെ ചങ്ക് ഒറ്റക്കുത്തിന് പിളർത്തിയെടുത്ത ആ പ്രധാന മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്തുകൊണ്ടാണ് പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത്? രാഷ്ട്രീയ ആക്ഷേപങ്ങൾ പോലീസിന് നേർക്കുണ്ടായി. ഇടതു സർക്കാരാണ് അപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇടതുപക്ഷത്ത് ഒരു മന്ത്രിയും ഒരു മുൻമന്ത്രിയും ഉൾപ്പെടെയുള്ള ഇടുക്കിയിലാണ് സംഭവം. പോലീസിനെ ശകാരിച്ചു രംഗത്ത് വന്നത് MM മണി ഉൾപ്പെടുന്ന ഇതേ നേതാക്കൾ തന്നെ. എന്നിട്ടും ആ മടക്കുപിച്ചാത്തി കിട്ടാതെ പോയ തെളിവായി. ആ ഇൻസിഡൻറ്റിൽ തന്നെ പരിക്ക് പറ്റിയ വിദ്യാർത്ഥികൾ ഈ കേസിൽ അവർ ഇഞ്ചേർഡാണ്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ഈ കേസിൽ സാക്ഷികളാണ്. സുപ്രീം കോടതി തന്നെ ശരിയായ രീതിയിൽ
പലപ്പോഴും ഈ ഇഞ്ചോർഡ് വിറ്റ്നസ്സിനെ ഈ സംഭവത്തിൽ തന്നെ പരിക്ക് പറ്റിയവരെ ഇൻബിൽട്ട് വിറ്റ്നസ് എന്ന് പറയാറുണ്ട്. അത്തരത്തിലുള്ള ഇൻബിൽട്ട് വിറ്റ്നസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, നാച്ചുറൽ വിറ്റ്നസ് എന്ന് പറയാവുന്ന ഇഞ്ചോർഡ് ആയിട്ടുള്ള ആളുകൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ് ഈ കേസിൻ്റെ മറ്റൊരു സവിശേഷമായി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കേസിൻ്റെ വിചാരണ തുടങ്ങുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രത്യാശിക്കുന്നത്. വിശദീകരണവുമായി പോലീസ് എത്തി. സംഭവശേഷം രക്ഷപ്പെടുന്നതിനിടെ ഒന്നാം പ്രതി നിഖിൽ പൈലി അയാളുടെ കത്തി പൈനാവ് കൈലുമല ഭാഗത്ത് അഗാധ ഗർത്തങ്ങളും വൻമരങ്ങളും കാട്ടുമുള്ളുകളും ധാരാളമുള്ള വനപ്രദേശത്തേക്ക് എറിഞ്ഞു കളഞ്ഞതായി അയാൾ സമ്മതിക്കുന്നുണ്ട്. കത്തി കണ്ടെടുക്കാൻ അയാളുമായി ആ ഭാഗത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഒരിക്കലും അത് കണ്ടെടുക്കരുത് എന്ന ഉദ്ദേശത്തോടെ എറിഞ്ഞു കളഞ്ഞതിനാൽ ദൗത്യം പരാജയപ്പെട്ടു. പോലീസിന്റെ വിശദീകരണം ഇതായിരുന്നു. പക്ഷെ കേസിന്റെ മെറിറ്റിൽ പ്രോസിക്യൂഷന് ലെവലേശം സംശയമില്ല. തെളിവുകൾ ധാരാളമാണ്. ജീവിക്കുന്ന ഇരകൾ, സാക്ഷികൾ, ശിക്ഷ ഉറപ്പെന്ന് പ്രോസിക്യൂഷൻ. കോളേജ് ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നതാണ്. ഈ കേസും അത്തരത്തിൽ ഉള്ളതായിരുന്നു. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കേസിൽ ചാർജ് ഷീറ്റ് ഹാജരാക്കുകയും ചെയ്തു. ചാർജ് ഷീറ്റ് ഹാജരാക്കി ഈ കേസിൽ മർഡർ, 302 ഉൾപ്പെടെയുള്ള അൺലോഫുൾ അസംബ്ലി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും അതുകൂടാതെ ഈ മരണപ്പെട്ട അയാളും ഈ കേസിൽ പരിക്ക് പറ്റിയ ആളുകൾ ഉൾപ്പെടെയുള്ളവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടും SC/ST അട്രോസിറ്റീസ്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൻസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വകുപ്പ് പ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചേർത്താണ് കുറ്റപത്രം കൊടുത്തത്. ഇൻബിൽറ്റ് വിറ്റ്നസ് അല്ലെങ്കിൽ നാച്ചുറൽ വിറ്റ്നസ് ഒരു കേസിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സാക്ഷി, വിചാരണയിൽ നിർണായകമാകുന്ന സാക്ഷി. സാക്ഷിമൊഴികളിൽ അതിന് വിശ്വാസ്യതയേറും. അങ്ങനെ 2 സാക്ഷികളുണ്ട് ഈ കേസിൽ. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ, കൊലയാളികളെ നേർക്കുനേർ കണ്ടവർ, അവരുണ്ട് ഈ കേസിൽ സാക്ഷി പറയാൻ. തന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ പ്രശ്നത്തെയും പക്ഷം കൂടാതെ കൈകാര്യം ചെയ്യാൻ പ്രതിജ്ഞ ചെയ്തവർ ധീരജിന്റെ നീതി കൂടി ഉറപ്പുവരുത്തണമെന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. നമസ്കാരം.